നിയുക്ത മേയർ നിജി ജസ്റ്റിനും കുടുംബവുമാണ് എന്നോടൊപ്പം ഉള്ളത്. ഈ വീട്ടിലെത്തിയപ്പോൾ ശ്രദ്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ 4 ഡോക്ടർമാരാണുള്ളത്. വീടിൻ്റെ മുൻവശത്ത് തന്നെ 4 ഡോക്ടർമാരുടെയും പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനോടുകൂടെ ഒരു മേയർ പദവി കൂടി എത്തുകയാണ്. അപ്പോൾ വലിയ സന്തോഷമുള്ളൊരു നിമിഷമാണല്ലോ. ഇന്ന് ക്രിസ്മസുമാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ക്രിസ്മസ്. നമുക്കറിയാം ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു സുദിനം. അപ്പോൾ 2025 ക്രിസ്മസ് ദിനത്തിൽ തന്നെ എനിക്കിങ്ങനൊരു പദവിയിലേക്ക് എന്നെ തിരഞ്ഞെടുത്തു. അതും കോൺഗ്രസ് പാർട്ടി തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അതിയായ സന്തോഷം, എൻ്റെ സന്തോഷം ഇരട്ടിയാവുന്നു. അതായത് ഈ മേയർ പദവി എന്ന് പറയുന്നത്, തൃശ്ശൂരിൻ്റെ മേയർ പദവി എന്ന് പറയുന്നത് ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പം 10 വർഷം UDF ഭരണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് തിരിച്ചെടുത്തിട്ട് മേയറായിട്ടാണ് വരുന്നത്. അപ്പോൾ വലിയ പ്രതീക്ഷകളാണ് ഡോക്ടർ നിജി ജസ്റ്റിനിൽ എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ആ പ്രതീക്ഷകൾ ഏത് തരത്തിലായിരിക്കും നിറവേറ്റുക? തീർച്ചയായിട്ടും ജനങ്ങൾ വലിയൊരു മാർജിനിലാണ് ഇപ്രാവശ്യം UDF കോർപ്പറേഷൻ ഞങ്ങൾ തിരിച്ചു പിടിച്ചത്. 33 എന്ന മാജിക് നമ്പറോട് കൂടിയിട്ടാണ് ഞങ്ങൾ കോർപ്പറേഷൻ ഭരണത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പം 10 വർഷത്തെ LDF ഭരണത്തിൽ പൊറുതിമുട്ടിയിട്ടാണ് ഇത്രയും വലിയൊരു വിജയം ഞങ്ങൾ കൈവരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊപ്പം ഉയരാൻ ഞങ്ങൾ ശ്രമിക്കും. അത് തൃശ്ശൂരിൻ്റെ സമഗ്രമായ വികസനത്തിന്, പ്രത്യേകിച്ച് അടിസ്ഥാന വികസനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകും. അതിനോടൊപ്പം മറുവശത്ത് ജനക്ഷേമ പദ്ധതികളുമായി മുന്നോട്ട് പോകും. എല്ലാം DCC ലീഡർഷിപ്പുമായി ആലോചിച്ച്, അതുപോലെ തന്നെ കൂടെയുള്ള കൗൺസിലേഴ്സിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പാർലമെൻ്ററി പാർട്ടി യോഗം കൂടി കൂട്ടായ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി പ്രകാരം മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്ലാൻ. ഏതൊരു സ്ഥാനത്തേക്കായാലും ഒരുപാട് ആളുകൾ ആ ഒരു സ്ഥാനത്തേക്ക് കയറി വരാനായിട്ടുണ്ടോ, പക്ഷേ ഒടുവിൽ ഒരാൾക്കായിരിക്കും ആ പദവിയിലേക്ക് എത്താൻ വഴിയുക. അപ്പം ഒല്ലൂർ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉണ്ടാകും എന്നുള്ളതായിരുന്നു ഞങ്ങൾ ആ ഒരു സമയത്തൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്നത്. അന്ന് അത് തട്ടിത്തെറിച്ചു പോയി. ഇന്ന് അതിനേക്കാൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നോ കൗൺസിലിൽ? തീർച്ചയായിട്ടും. അതായത് DCC ലീഡർഷിപ്പാണ് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ടത്. 19 വനിതാ കൗൺസിലേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. 19 പേരും അർഹതപ്പെട്ടവരാണ്. 2-3 പേരുടെ പേര് മാത്രമേ മുന്നോട്ട് വന്നുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും അർഹതപ്പെട്ടവരാണ്. അപ്പോൾ അവരെല്ലാവരും പിന്തുണ ഇല്ലാതെ കണ്ട് നമുക്ക് ഈ പൊസിഷനിലേക്ക് വരാൻ പറ്റില്ല. അത് ലീഡർഷിപ്പാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. തീർച്ചയായും ഡോക്ടർ ജസ്റ്റിനും കൂടിയുണ്ട്. അപ്പം വീട്ടിലേക്ക് ഒരു മേയർ കൂടി എത്തിയിരിക്കുകയാണ്. വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക്. കുറേ കാലത്തെ പ്രയത്നത്തിന് ശേഷമാണ് ഇതിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. വളരെ ഇമോഷണൽ ആവുന്നുണ്ട്. ഇല്ല, എന്തായാലും ആ ഒരു പദവിയിലേക്ക് തന്നെ എത്തില്ല. അപ്പം മക്കളാണ്, അപ്പം പുതിയൊരു പദവിയിലേക്ക് എത്താണ്. ഇനിയിപ്പോൾ അമ്മയുടെ തിരക്കുകൾ കുറച്ചും കൂടി കൂടെയാണ്. തീർച്ചയായും ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാതിരി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവെന്ന നിലയ്ക്ക് അമ്മയ്ക്ക് വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കുടുംബത്തിൻ്റെ വക എല്ലാ സപ്പോർട്ടും, ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കുടുംബം, ഞങ്ങൾക്കൊരു എക്സ്റ്റെൻഡഡ് ഫാമിലി ഉണ്ട്. എല്ലാവരുടെയും സപ്പോർട്ടോടെയാണ് അമ്മ കിഴക്കുംപാട്ടുകരയിൽ ജയിച്ചു വന്നത്. കിഴക്കുംപാട്ടുകരയിൽ എല്ലാവരുടെയും വിശ്വാസതയും അമ്മ മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും തൃശ്ശൂർ മേയറായിട്ട് പ്രവർത്തിക്കുക. അപ്പം ഈ കൗൺസിൽ ഈ വിജയിച്ച് വന്ന സമയത്ത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്ന സമയത്ത് തോന്നിയിരുന്നോ മേയർ ആകാൻ സാധ്യതയുണ്ട്? അപ്പോൾ അങ്ങനെയുള്ള പങ്കുവെക്കാനൊക്കെ കഴിഞ്ഞു? എക്സ്പീരിയൻസ് വൈസ് അമ്മയ്ക്ക് 25-30 കൊല്ലത്തിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ജയിച്ചാൽ മേയർ ആകാൻ സാധ്യതകളുള്ള ഒരാളാണ് നമുക്ക് നേരത്തെ അറിയാം. ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ തന്നെ പ്രൊഫഷൻ വളരെയധികം തിരക്കുള്ള ഒരു പ്രൊഫഷനാണ്. അപ്പം അതുപോലെ തന്നെ ഇനിയിപ്പോൾ മേയറും കൂടി ആയിക്കഴിഞ്ഞാൽ ഏത് തരത്തിലായിരിക്കും? പിടിച്ചാൽ കിട്ടില്ല. അത് ഞങ്ങൾക്കൂടെ ഉള്ള കാരണം എല്ലാവരും ഉണ്ട്. അപ്പം പൊതുപ്രവർത്തന രംഗത്ത് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട്. അതുപോലെ തന്നെ DCC വൈസ് പ്രസിഡന്റ്, മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹിത്വം, KSU, എല്ലാ ഇതിലും ഒരുപാട് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ ഈ ഒരു പദവിയിൽ ഇരിക്കാനായി എത്രത്തോളം കരുത്ത് പകരും? തീർച്ചയായിട്ടും അതാണ് എൻ്റെ കരുത്ത്, അല്ലെങ്കിൽ മുതൽക്കൂട്ട്. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അതിലായിരുന്നു. 1999 മുതൽ 2025 വരെ ഞാൻ പാർട്ടിയിൽ വളരെ അച്ചടക്കത്തോടു കൂടി പാർട്ടി ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് അനുസരണയുള്ള ഒരു വ്യക്തിയായിട്ട് മുന്നോട്ട് പോയിരുന്നത്. കാത്തിരുന്ന ഒരു ദിവസം വന്നു. അതെ, തീർച്ചയായിട്ടും കാത്തിരുന്ന നിമിഷങ്ങൾ അത് വന്നു. അതുകൊണ്ട് ഇരട്ടി സന്തോഷമാണ് ഉള്ളത്. തീർച്ചയായും എന്തായാലും വലിയ സന്തോഷമാണ്. ഈ ഒരു കുടുംബം നോക്കുകയാണ്, അവരെല്ലാവരുടെയും മുഖത്ത് ആ ഒരു സന്തോഷമുണ്ട്. കിഴക്കമ്പാട്ടുകരയിൽ നീലങ്കാവിൽ വീട്ടിൽ വലിയ ഒരു സന്തോഷം തന്നെയാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. തൃശ്ശൂരിൻ്റെ മേയർ എന്ന ആ ഒരു പദവി തന്നെ എത്തിയിരിക്കുകയാണ്. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.